Good morning. This is a question from projection of solids. Draw the projections of a cube having 40 mm long edges resting on one of its corners on HP with a solid diagonal vertical. Solid diagonal vertical എന്ന് പറയുമ്പോൾ any line vertical will be perpendicular to HP. So consider this cube. It has got 12 edges. 12 edges ഉണ്ട്. ക്യൂബിൻ്റെ all 12 edges are of equal length. In this question, each edge will be equal to 40 mm. Edges AB, BC, CD, AD are now the edges of the bottom face. 1, 2, 2, 3, 3, 4 and 4, 1 are the edges on the top face. അതുപോലെ ചുറ്റും 4 squares lateral faces ആയിട്ടുണ്ട്. And all 6 faces of the cube are regions of squares. It has got 8 corners. Corners A, B, C, D, then 1, 2, 3, 4. ഇതിലേതെങ്കിലും ഒരു കോർണറിൽ ഈ സോളിഡ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം എ സോളിഡ് ഡയഗണൽ ഷുഡ് ബി വെർട്ടിക്കൽ. സോളിഡ് ഡയഗണൽ ഓർ ബോഡി ഡയഗണൽ മീൻസ് ലൈൻ ജോയിനിങ് വൺ കോർണർ and the corner on the opposite face, like if you start from A, then the opposite face is 1, 2, 3, 4. അതിൽ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണർ. സോ ലൈൻ ജോയിനിങ് വൺ കോർണർ ഓഫ് വൺ ഫേസ് ഓപ്പോസിറ്റ് ടു ദി ഓപ്പോസിറ്റ് ഫേസ്. ഇഫ് യു ജോയിൻ ദം, ദാറ്റ് ഈസ് എ സോളിഡ് ഡയഗണൽ. ഫോർ എക്സാമ്പിൾ, A3 is a solid diagonal. Then C1 is another solid diagonal, and the third solid diagonal in this cube is B4, and then the fourth one is D2. So just consider one corner, and directly above that we have one here. See, for example, if you consider A, directly above that we have one, but it's opposite, on the opposite face, that is A3. So we have 4 solid diagonals, all are equal in length. Solid diagonal is also called body diagonal. ഇപ്പോൾ ക്യൂബിൻ്റെ സൈഡ് എഡ്ജ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എ, then √3 times A will be the length of the solid diagonal. For example, ഇവിടെ 40 mm ആണ് എഡ്ജിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ക്യൂബിൻ്റെ സോളിഡ് ഡയഗണലിൻ്റെ ലെങ്ത്ത് മാത്തമാറ്റിക്കലി √3 × 40 ആയിരിക്കും. ഈ സോളിഡ് ഡയഗണലിനെ കൂടാതെ നമുക്ക് ഓരോ ഫേസിനും ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും. അത് സർഫസ് ഡയഗണൽ ഓർ ഫേസ് ഡയഗണലാണ്. ഫോർ എക്സാമ്പിൾ 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫേസ് എടുത്താലും, ഫോർ എക്സാമ്പിൾ AB21 ഈ ലാറ്ററൽ ഫേസ് എടുക്കുകയാണെങ്കിൽ then A2 and B1 are the surface diagonals. Surface diagonals 6 faces ഉള്ളതുകൊണ്ട് 12 surface diagonals possible. So അതിൽ ഓരോന്നിൻ്റെയും ലെങ്ത്ത് √2 times സൈഡ് ആയിരിക്കും മാത്തമാറ്റിക്കലി. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് കേസ് സർഫസ് ഡയഗണൽ ആണെങ്കിൽ 40 × √2 ആയിരിക്കും അതിൻ്റെ ലെങ്ത്ത്, ആൻഡ് ദ സോളിഡ് ഡയഗണൽ ഈസ് √3 × 40 mm. ഇനിയിപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഏതെങ്കിലും ഒരു കോർണറിൽ ഇതിൽ റെസ്റ്റ് ചെയ്യണം, ആൻഡ് വൺ ഓഫ് ദ സോളിഡ് ഡയഗണൽസ് മസ്റ്റ് ബി വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് പറയുമ്പം പെർപെൻഡിക്കുലർ ടു എച്ച് പി ആക്കി മാറ്റണം. നമുക്കറിയാം ഏത് ലൈനും പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ഒരു പോയിൻ്റ് ആയിരിക്കും, ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി എ ലൈൻ പെർപെൻഡിക്കുലർ ടു XY ഗിവിങ് ദ ട്രൂ ലെങ്ത്. ഒരു സ്റ്റേജിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റെഗുലർ വ്യൂ നമ്മളൊന്ന് വരച്ചിട്ട് സിമ്പിൾ പൊസിഷനിൽ ക്യൂബിനെ ഒരു ഫേസിൽ റെസ്റ്റ് ചെയ്യിപ്പിച്ച് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യിപ്പിച്ച് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. കോർണർ ബേസ്ഡ് പ്രോബ്ലം ആയതുകൊണ്ട് 2 കോർണേഴ്സ് എക്സ്ട്രീം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരത്തക്ക വണ്ണം. കോർണേഴ്സ് ബേസ്ഡിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ ടോപ്പ് വ്യൂവിൽ ക്യൂബിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പം അതൊരു സ്ക്വയറാണ്. ആ സ്ക്വയർ റെഗുലർ മാനറിൽ വൺ സൈഡ് പാരലൽ ടു XY ആയിട്ടല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ സ്ക്വയർ വരയ്ക്കുമ്പം സ്ക്വയറിൻ്റെ എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു VP ഓർ ഈക്വലി ഇൻക്ലൈൻ ടു XY ഇൻ ടോപ്പ് വ്യൂ ആയിട്ടാണ്. ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ടോപ്പ് വ്യൂ ഓഫ് ദ ക്യൂബ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്
ഓരോ എഡ്ജും 45 ഡിഗ്രി സൈഡിലാണ്. അപ്പം 1 എഡ്ജിനെ 45 ഡിഗ്രി ലൈനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി all the other 3 edges of that square will become inclined at 45 degrees to xy. We'll draw a 45 degree line after drawing xy. See, xy is shown over here. So draw a parallel line to xy, and we have to draw 45 degree lines. So the next object is choosing a point, then we draw a 45 degree line to the left, and thereafter a 45 degree line to the right. So automatically കോർണറിൻ്റെ ഒരു കോർണർ പ്ലേസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ക്യൂബിൻ്റെ സ്ക്വയറിൻ്റെ ഒരു കോർണർ, ആൻഡ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് ദ ക്യൂബ് ഈസ് 90 ഡിഗ്രി. ക്യൂബിൻ്റെ എഡ്ജ് മാർക്ക് ചെയ്യാം. സോ ഓൺ 45 ഡിഗ്രി ലൈൻസ് വി ഹാവ് ടു പ്ലേസ് ദി എഡ്ജസ് 40 mm long, and thereafter again from there interior angle is 90, so it's easy to construct, or you can use 40 mm in compass and then by cutting arcs construct the other two sides. So we know how to construct a square. A square ന്റെ orientation ഇങ്ങനെയാണെന്ന് മാത്രം, and all the edges are of equal length, and in this case additionally എല്ലാ എഡ്ജസും 45 ഡിഗ്രി ഇൻക്ലൈൻ ടു XY ആ വിധത്തിലുള്ളൊരു ഓറിയൻറ്റേഷനാണ്. കോർണർ ബേസ്ഡ് പ്രോബ്ലത്തിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കോർണർ ഷുഡ് ബി നെയിംഡ്, ആൻഡ് ഫ്രം ഈച്ച് ഓഫ് ദ കോർണേഴ്സ് വി ഷുഡ് ഡ്രോ വെർട്ടിക്കൽസ് so that we can complete the front view also. So front view basically has a shape of a rectangle. ഇവിടെ ഈ ഓറിയൻറ്റേഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് കാരണമാണ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. We will dimension the edges, and this is 40, and now the corners, how to name it? Let's say leftmost corner, നമ്മൾ bottom corner A, corresponding top corner is 1. അപ്പോൾ A1 perpendicular to HP ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ കോർണർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ സ്ക്വയറിൻ്റെ ഓരോ കോർണറും ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യൂബിൻ്റെ 2 കോർണേഴ്സിനെയാണ്, വൺ അബവ് ദി അതർ. സോ 1, A ബോട്ടം കോർണർ, 1 at the top. So order of visibility അനുസരിച്ച് 1, A. Then the next one will be 2, B, and this is here we have 3, C. C is not visible, 3 is visible. C bottom corner ആണ്. Similarly here this is the point, ഒരു slight alteration ഉണ്ട് അവിടെ. So it is 4D. And now the front view. So the top view is complete if you mark that 45 also, because each side of the square is now inclined at 45 degrees to XY. നമ്മളതിന് പറയുന്നത് ക്യൂബിൻ്റെ ലാറ്ററൽ ഫേസസ് ഒക്കെ ഈക്വലി ഇൻക്ലൈൻഡ് ടു VP ആയിട്ടിരിക്കുകയാണ്. ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഈച്ച് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ക്യൂബിൻ്റെ എല്ലാ ലാറ്ററൽ വെർട്ടിക്കൽ ഫേസസ്, ചുറ്റുമുള്ള വെർട്ടിക്കൽ ഫേസസ്, അതിൻ്റെ ഇൻഡിക്കേഷനാണ് ക്യൂബിൻ്റെ സ്ക്വയർ. ക്യൂബിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടോപ്പ് വ്യൂവിൽ സ്ക്വയറിൻ്റെ ഓരോ സൈഡും ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രീസ് ടു XY ആയിട്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ആൻഡ് നൗ വി വിൽ കൺസിഡർ the height. The height means that is also the vertical edges A1, B2, C3, D4. അപ്പോൾ അതെല്ലാം ഓരോന്നും 40 mm ആണ്. So we will mark 40 mm and then construct this part also, the front view also. Please bear with me for the distortions in the diagram. This is
going to be the front view of the cube, and height represent ചെയ്യുന്ന ഓരോ എഡ്ജും 40 mm ആണ്. സോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം 1-A- എന്ന് പറയുന്ന ലെഫ്റ്റ് എക്സ്ട്രീമിൽ എഡ്ജാണ് ഇപ്പം മാർക്ക് ചെയ്തത്. ദ നെക്സ്റ്റ് എഡ്ജ് അത് 2-B' അറ്റ് ദ ബോട്ടം, 2- അറ്റ് ദ ടോപ്പ്. പക്ഷേ അത് ബാക്കിലുള്ള എഡ്ജ് 4DU ആയിട്ട് അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. B അറ്റ് ദ ബോട്ടം, 2 അറ്റ് ദ ടോപ്പ്, അതുപോലെ D', 4' അത് ഇതുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. ഈവൻ ആക്സിസ് ഓൾസോ, ആക്സിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെൻറ്റർ, ജോമെട്രിക് സെൻറ്റർ സ്പോട്ട് ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഈ രണ്ട് സർഫസ് ഡയഗണൽസ് അങ്ങ് വരയ്ക്കുകയായിരുന്നെങ്കിൽ നമുക്കിവിടെ സോളിഡിൻ്റെ ആക്സിസ് സ്പോട്ട് ചെയ്യാൻ പറ്റും. സോളിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂബിൻ്റെ ബോട്ടം O ആൻഡ് ടോപ്പ് O1 അങ്ങനെയാണെങ്കിൽ O', ദാറ്റ് വിൽ ബി ദി ആക്സിസ്. ആക്സിസിനും സെയിം ഹൈറ്റ് ആയിരിക്കും 40. And then the next edge here is the final one. നമുക്ക് final vertical edge, of course, C', 3'. So that is this one. പിന്നെ ബേസ്, റെസ്റ്റ് ചെയ്യുന്ന ബേസ്, സ്ക്വയർ ബേസിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു ലൈനായിട്ടാണ് HP റെസ്റ്റ് ചെയ്യുകയാണ്. ബോട്ടം ഫേസ് അതൊരു ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു ഓൺ XY. ആൻഡ് ദെൻ അതുപോലെ ടോപ്പ് ഫേസ് അതും പാരലൽ ടു HP ആണ്. So it is represented by a line in the front view and a square in the top view. Bottom corner on the left, see this is A', this one is 1', and here at the center ആക്സസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് എഡ്ജും നമ്മൾ മാർക്ക് ചെയ്തു. എഡ്ജ് ആക്സസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പം എഡ്ജിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, വിസിബിൾ ആയാലും ഇൻവിസിബിൾ ആയാലും. സോ ഹിയർ വി ഹാവ് ബോട്ടം B' അറ്റ് ദ ബോട്ടം, ദെൻ അതുപോലെ തന്നെ D' അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ മാർക്ക് ചെയ്തേക്കാം, B', D', ആൻഡ് അറ്റ് ദ ടോപ്പ് ഇറ്റ് ഈസ് 2', 4' ഇൻ ദി ഓർഡർ ഓഫ് വിസിബിലിറ്റി. കാണുന്നത് 2'ഉം കാണാൻ പറ്റാത്ത ബാക്ക് സൈഡിൽ വരുന്നതാണ് 4' അറ്റ് ദ ടോപ്പ്. ആൻഡ് അതുപോലെ എക്സ്ട്രീം റൈറ്റിലേത് C', ആൻഡ് ദിസ് വൺ ഈസ് അറ്റ് ദ ടോപ്പ് ഇറ്റ് ഈസ് 3'. So that completes the front view. Corner based problem of cube എല്ലാ കേസിലും ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമുക്കിങ്ങനെ വരയ്ക്കാം. ഒരു കോർണറിൽ HP-യിലൊക്കെ റെസ്റ്റ് ചെയ്യേണ്ടി വരിക, അപ്പം അങ്ങനെയുള്ള എല്ലാ കേസിലും നമ്മളിങ്ങനെ ആയിരിക്കും വരയ്ക്കുക എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. The height is 40 and thereafter നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരു സോളിഡ് ഡയഗണൽ ചൂസ് ചെയ്യുന്നു. ഒരു കോർണർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീമിലുള്ള കോർണറിനെ നമ്മൾ പ്ലേസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ലെഫ്റ്റ് എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം, സോ ഐദർ A or bottom corners, A or C. So solid diagonal through the point A and solid diagonal through the point A, solid diagonal through the point C. So ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഐദർ ഈസ് A3 or it is C1. So already I told you A3 and C1 are the two solid diagonals out of the 4. So നമ്മളിപ്പോൾ A ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബോട്ടമിൽ റെസ്റ്റ് ചെയ്യുന്ന കോർണർ A എന്ന് എടുക്കുകയാണെങ്കിൽ അതിലൂടെ പോകുന്ന സോളിഡ് ഡയഗണൽ 8 to 3 ആണ്. ടോപ്പ് വ്യൂവിൽ A3, see this is it, and in front view it is A', 3'. അതിവിടെ ടോപ്പ് വ്യൂവിൽ അത് പാരലൽ ടു XY ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ ആ സോളിഡ് ഡയഗണൽ അത് ട്രൂ ലെങ്ത് ആയിരിക്കും. നമ്മൾ നേരത്തെ സോളിഡ് ഡയഗണലിൻ്റെ ട്രൂ ലെങ്ത് മാത്തമാറ്റിക്കലി √3 ടൈംസ് സൈഡ് എന്ന് പറഞ്ഞു. സോ √3 into 40, √3 is approximately 1.732 into 40 mm എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആ ലെങ്ത് എന്ന് പറയുന്നത് ഈ A', 3' ഫ്രണ്ട് വ്യൂവിലെ ലെങ്ത് ട്രൂ ലെങ്ത് തരുന്നുണ്ട്. ടോപ്പ് വ്യൂവിൽ ആ ലൈൻ പാരലൽ ടു XY ആയതുകൊണ്ട് A' അത് റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ദെൻ A', 3'നെ വെർട്ടിക്കലാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യണം ആൻഡ് വൺ ഓഫ് ദ സോളിഡ് ഡയഗണൽസ് ഷുഡ് ബി വെർട്ടിക്കൽ ഓർ പെർപെൻഡിക്കുലർ ടു HP ആക്കാനായിട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ പറ്റും. കാരണം A' എന്നുള്ള കോർണർ XYയിൽ റീറ്റെയിൻ ചെയ്യുക, അതായത് HP വന്നോളും.
then a dash 3 dash എന്ന് പറയുന്ന ഈ സോളിഡ് ഡയഗണൽ ട്രൂ ലെങ്ത് തരുന്ന സോളിഡ് ഡയഗണൽ അതിനെ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ഫ്രണ്ട് വ്യൂവിലാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് സോളിഡ് ഡയഗണൽ വിൽ ബി പെർപെൻഡിക്കുലർ ടു എച്ച് പി ഓർ വെർട്ടിക്കൽ ലൈൻ. ഇപ്പോൾ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവിൽ അതൊരു പോയിൻ്റ് ആയിരിക്കും, ഫ്രണ്ട് വ്യൂവിൽ ദാറ്റ്സ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ഗീവിങ് ദ ട്രൂ ലെങ്ത്. ഓൾറെഡി നമ്മൾ കൺഫേം ചെയ്തു a dash 3 dash ഗീവ്സ് യു ദ ട്രൂ ലെങ്ത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി വിൽ റീഡ്രോ ദിസ് ഫ്രണ്ട് വ്യൂ ഇൻ സച്ച് എ വേ ദാറ്റ് a dash ഈസ് ഓൺ എക്സ് വൈ ആൻഡ് അറ്റ് ദ സെയിം ടൈം a dash 3 dash ഈസ് വെർട്ടിക്കൽ. അപ്പം a dash എക്സ് വൈയിൽ ഒരു പോയിൻ്റ് സ്പോട്ട് ചെയ്ത് എക്സ് വൈയിൽ മാർക്ക് ചെയ്യുക. സെ ലെറ്റ്സ് സേ സംവെയർ ഹിയർ ദിസ് പോയിൻ്റ് ഈസ് a dash ആൻഡ് ഇനി നമ്മൾ ചെയ്യുന്നത് അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു ആൻഡ് അതിൽ a dash 3 dash പ്ലേസ് ചെയ്യുന്നു ആൻഡ് അതിന് അബൌട്ടായിട്ട് വി വിൽ റീഓറിയൻറ്റ് ദ കംപ്ലീറ്റ് ഫ്രണ്ട് വ്യൂ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നൗ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് ലെറ്റ്സ് സേ suppose this is the vertical line from the point a dash marked on this and same length. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ ലെങ്ത് തന്നെ നമ്മൾ എയിം ചെയ്യുന്നത് ദിസ് a dash 3 dash. ആക്ച്വലി there is no edge like that, but it is an imaginary line connecting a dash and 3 dash, and so it has to be very very light when you draw it. And a dash, this is a vertical line and on which we are going to mark a dash 3 dash, and then try to locate, see a dash 3 dash we have marked. Now try to locate c dash and 1 dash. C dash naturally c dash on the right side and 1 dash on the left side. So taking distances a dash c dash in compass, a dash c dash compassൽ എടുത്ത് a dashൽ വെച്ച് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ദെൻ സി ഡാഷ് 3 dash എടുത്ത് 3 ഡാഷിൽ വെച്ച് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. അപ്പോൾ പോയിൻ്റ് നമുക്ക് പോയിൻ്റ് സി ഡാഷ് കിട്ടും. അത് കഴിഞ്ഞിട്ട് a dash 1 dash എടുത്ത് 40 mm അത് കോമ്പസിലെടുത്ത് a ഡാഷിൽ വെച്ച് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക ഹിയർ ആൻഡ് ദെൻ 3 dash 1 dash എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് 3 ഡാഷിൽ വെച്ച് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും 1 dash. സോ ആ വിധത്തിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റേജിലെ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ റീഡ്രോ ചെയ്യുകയാണ്. സെയിം ഡയമെൻഷൻസ് വിതൗട്ട് എനി ഡിസ്റ്റോഷൻസ്. ആംഗിൾ ഒന്നും മാറാൻ പാടില്ല. ലെങ്ത് ഓഫ് ദ വേരിയസ് എഡ്ജസ് മാർക്ക് ചെയ്തത് അതും മാറാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഓറിയൻറ്റേഷൻ അതിനെ ആ റെക്റ്റാങ്കിളിനെ ഫസ്റ്റ് സ്റ്റേജിലെ ഓവറോൾ റെക്റ്റാങ്കിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഫസ്റ്റ് സ്റ്റേജിൽ കിട്ടിയ ഫ്രണ്ട് വ്യൂവിനെ ബേസിക്കലി ദാറ്റ്സ് ഓവറോൾ അത് റെക്റ്റാങ്കിൾ ആണ്. അതിനെ നമ്മൾ ഒരു റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ വ്യൂ കിട്ടുന്നു. a dash 3 dash എന്നുള്ള ആ സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ആകണം. a dash എക്സ് വൈയിൽ വേണം എന്നുള്ളതാണ് ബേസിക് കണ്ടീഷൻ. And then try to mark this 2 dash 4 dash and b dash d dash. അപ്പം അതും കറക്റ്റായിട്ടാണ് വരച്ചതെങ്കിൽ അത് മിഡിലായിട്ടായിരിക്കും. എക്സാക്ട്ലി മിഡിലാണ് വരുന്നത് ആ റെക്റ്റാങ്കിളിൻ്റെ. സോ വിത്ത് ഓൾ ദി പോയിൻറ്റ്സ് ഇൻ പ്രോപ്പർ പൊസിഷൻസ് വി ഹാവ് ടു കംപ്ലീറ്റ് ദിസ് വ്യൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് നമുക്ക് വ്യക്തമായിട്ടറിയാം. പുതിയൊരു ടോപ്പ് വ്യൂ നമുക്ക് വേണം, സാറ്റിസ്ഫൈയിങ് ഓൾ ദ കണ്ടീഷൻസ് ഗിവൺ. സോ ഈ സെക്കൻഡ് സ്റ്റേജോട് കൂടി ഈ പ്രോബ്ലം നമുക്ക് അവസാനിക്കും. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിലെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം വൺ ഓഫ് ദ സോളിഡ് ഡയഗണൽ പാസിംഗ് ത്രൂ ദാറ്റ് കോർണർ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ഓർ വെർട്ടിക്കൽ. ഇനി സോളിഡ് ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആക്കാനുള്ള ക്വസ്റ്റ്യനും ഇതോടൊപ്പം ഉണ്ടാകും. And then from the earlier views we have to draw the horizontals
earlier top view, from each corner you have to draw horizontal projectors. And we have to mark all the relevant points exactly as in the first stage front view. A dash we marked already, so the leftmost point here will be 1 dash. In the correct positions, the middle one at the bottom face, that is B dash, D dash, the two corners, the same order of visibility. On the left side 1 dash, middle one is 2 dash, 4 dash. Now try to get the corresponding points in the new top view. So vertical projector through 1 dash and horizontal projector through 1 will intersect here. Obviously that point will be 1 in the new top view. And then similarly you have to get 2, 3, 4 and A, B, C, D. And here we can see that A dash 3 dash is perpendicular to XY. So in the top view, vertical projector through 3 dash and A dash and horizontal projector through A and 3 will meet at a point, and this will be 3, A. Of course 3 is visible, A is not visible, represented by same point. And now the other points, vertical projector through 2 and horizontal projector through 2 dash, so that we have to mark. We haven't drawn it already, so this will be the new vertical projector through 2 dash and 4 dash. Okay, so now we have all the points available. Vertical projector through 2 dash and horizontal projector through the point 2, so that will meet at this point, and the point is named as 2 in the new top view. And similarly vertical projector through 4 dash and horizontal projector through 4, they will meet at this level. Vertical projector through B dash and horizontal projector through B, and similarly you have vertical projector through C dash and horizontal projector through C, and vertical projector through the point D dash and horizontal projector through D will meet at this point. So we'll get the new top view, the point D in the new top view. So we have marked 1, 2, 3, 4 and A, B, C, D in the new top view. And now the visibility part. See, when an observer looks from the top, see from here, this top face definitely is inclined towards him, but bottom face is away from him. So the top face is represented by this line, see, 1 dash, 2 dash, 4 dash up to 3 dash. See, this will be totally visible, and if you have that logic, then you will be able to mark all the visible edges. So 1 dash, 2 dash, 3 dash, 4 dash is close to the observer in the front view, so that 1, 2, 3, 4 in the top view, the corresponding top view will be top view of that upper face, the top face, that will be visible to the observer completely. All the outermost edges of the solid will always be visible, the real edges. So without any hesitation you can complete the outermost edges dark, and this one, this overall view, if you consider, it will be a regular hexagon, the overall profile, and inside you have the other visible and invisible edges, so that we will mark.
So join all the edges. See this, it has got 12 edges and outermost edges are fully visible. And now, as we have confirmed already, the top face 1 dash 2 dash 3 dash 4 dash is nearer to the observer in the front view. So therefore 1 2 3 4, the corresponding top face will be completely visible. So 1 2, that is already visible. Now we will complete 2 3 4. So 2 to 3 is visible, and also 3 to 4 is visible. See, 3 4 and 3 2 join to the point 3. So naturally the edge reaching there also, the third edge reaching there also must be visible. So this 3C will be visible. AD is not visible, and also AB is not visible out of ABCD. So bottom face is not fully visible to the observer, as it is turned against the observer. It is away from him. That we can understand from the front view. And now the correspondingly, if AD and AB are not visible, naturally from 1 to A, so that also will not be visible. So that also will be dotted. So this completes the projection. The projection of a cube with a corner A in the top view, that is small a, front view it is A dash, so that is resting on HP, and a solid diagonal, so that is A dash 3 dash in the front view. A3, that's a point in the top view, is perpendicular to HP, that is vertical.